വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റിഫ മെഹനുവിൻ്റെ ആത്മഹത്യയ്ക്കു കാരണം സ്വന്തം ഭർത്താവായ മെഹനാസ് തന്നെയാണ് എന്നിങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട്. റിഫയുടെ മരണത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞാണ് മെഹനാസ് വീണ്ടും വിവാഹിതനാവുന്നത്. അതും പ്രണയവിവാഹമായിരുന്നു. സഫ എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസുമെല്ലാം ഇവർ തുടർച്ചയായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരിക്കൽ നിർത്തിയ യൂട്യൂബ് ചാനൽ മെഹനാസ് വീണ്ടും തുടരുകയുണ്ടായി. സഫയ്ക്കൊപ്പമുള്ള പല വീഡിയോസും ഇവർ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായതിനാൽ തന്നെ ഇവരെ പെട്ടെന്നൊരു ദിവസം സോഷ്യൽ മീഡിയയിലെങ്ങും കാണാതെയായി. അതുപോലെ മെഹനാസ് ഒരു സ്റ്റോറിയും പോസ്റ്റ് ചെയ്യുകയുണ്ടായി. "ഞങ്ങൾ പിരിഞ്ഞു, ഇനി ഒരു ചോദ്യവും ഇങ്ങോട്ടേക്ക് ചോദിക്കണ്ട" എന്നു പറഞ്ഞു. ഇതിനെ ഒരു വീഡിയോയായെടുത്ത് പബ്ലിക് കേരള ചാനലിൽ ഖാദർ കരിപ്പൊടിയാണ് അപ്ലോഡ് ചെയ്തത്. മുമ്പ് റിഫയുടെ മരണത്തിലും ഖാദർ കരിപ്പൊടി മെഹനാസിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ സഫയെയും മെഹനാസ് ചതിച്ചു എന്നു പറഞ്ഞുകൊണ്ടാണ് ഖാദർ കരിപ്പൊടി വീഡിയോ ചെയ്തത്. പിന്നീട് ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായപ്പോഴാണ് മെഹനാസ് വീണ്ടും പ്രതികരിക്കുന്നത്. തൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഫോൺ കിട്ടിയാലുടൻ ഒരു വീഡിയോയുമായി വരുമെന്നും ഖാദർ കരിപ്പൊടി തന്നെ പല രീതിയിൽ ഉപദ്രവിക്കുന്നു, ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നിങ്ങനെ എഴുതിക്കൊണ്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു മെഹനാസ് പോസ്റ്റ് ചെയ്തത്. എന്നാൽ സഫ ഇതുവരെയായും ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടില്ല. രണ്ടുപേരും പിരിഞ്ഞു എന്ന് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രണ്ടുപേരും ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു സ്റ്റോറി മെഹനാസ് പോസ്റ്റ് ചെയ്തത്. അതിൽ പഴയതുപോലെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് സഫ മെഹനുവിനൊപ്പം ഇരുന്നത്. അവർ തമ്മിൽ യാതൊരു പ്രശ്നവും നടന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെക്കുറിച്ച് സംസാരിക്കാനും വൈറലാവാനും വേണ്ടിയാണോ ഇങ്ങനെയൊരു കാര്യം മെഹനാസ് ചെയ്തതെന്ന കാര്യത്തിലും സംശയമുണ്ട്. മെഹനാസ് അല്ലെങ്കിൽ പിന്നാരാണ് ഞങ്ങൾ പിരിഞ്ഞു എന്നുകൊണ്ട് മെഹനാസിൻ്റെ അക്കൗണ്ടിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള സംശയങ്ങളാണ് ആരാധകർക്ക്.